ഒരു കാര്യം കൂടി അങ്ങ് പറഞ്ഞോട്ടെ, മനുഷ്യനങ്ങ് മരിച്ചാൽ അതിനുശേഷമുള്ള കാര്യങ്ങളെ പറ്റി നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടോ? സുബ്ഹാനല്ലാഹ്, മനുഷ്യൻ മരിച്ചാൽ അവന്റെ ആത്മാവ് ശരീരത്തിൽ നിന്ന് പിരിയുകയാണ്. ആത്മാവങ്ങി പിരിഞ്ഞാൽ ഏതൊരു മലക്കാണോ ആത്മാവ് നിന്റെ ശരീരത്തിലേക്ക് സന്നിവേശിപ്പിച്ചത്, ആ മലക്കിനോട് സമാനമായി പിന്നീട് 500 മലക്കുകളാ വരുന്നത്. കാരണം ഈ ആത്മാവിനെ ഭ്രൂണത്തിലേക്ക് സന്നിവേശിപ്പിച്ചപ്പോൾ ആ ഭ്രൂണം എത്ര ചെറുതാണ്, അത് എത്ര വായുഗുളികയുടെ വലിപ്പമല്ലേ ഉള്ളൂ, അതല്ലെങ്കിൽ കോഴിമുട്ടയുടെ മഞ്ഞയുടെ വലിപ്പമല്ലേ ഉള്ളൂ. അന്ന് ആ കോഴിമുട്ടയുടെ മഞ്ഞയുടെ വലിപ്പമുള്ള ഭ്രൂണത്തിലേക്കാണ് നിന്റെ ആത്മാവ് സന്നിവേശിപ്പിച്ചതെങ്കിൽ ഇന്ന് ആ ശരീരം എന്തായിട്ടുണ്ടെന്നറിയോ? അതിന് എല്ലുകളുണ്ട്, 300 ചില്ലാനം എല്ലുകളുണ്ട്, ആയിരക്കണക്കിന് 10,000കണക്കിന് ഞരമ്പുകളുണ്ട്. ആ എല്ലുകൾക്ക് ചുറ്റും നല്ല തിങ്ങി നിൽക്കുന്ന മാംസങ്ങളുണ്ട്. സുബ്ഹാനല്ലാഹ്, മനുഷ്യന്റെ ഹ്യൂമൻ ബോഡിയെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്ക്. ഈ ഒരു തുള്ളി ബീജഗണത്തിൽ നിന്ന് പടച്ച റബ്ബ് സൃഷ്ടിച്ചിരിക്കുന്നത് ഓർത്ത് നോക്ക്. നിന്നെ നല്ല ഒരു കലം പോലത്തെ ഈ തലത്തൊട്ടിയുണ്ടല്ലോ, അതും അല്ലാഹു അതിൽ നിന്ന് സൃഷ്ടിച്ചതാണ്. അതിനകത്തുള്ള തലച്ചോറ് അല്ലാഹു അതിൽ നിന്ന് സൃഷ്ടിച്ചതാണ്. അതേ ഏറ്റവും വലിയ കമ്പ്യൂട്ടറിന്റെ ഡിസ്കില് അല്ലെങ്കിൽ ആ കമ്പ്യൂട്ടർ എത്ര കാര്യങ്ങൾ, എത്ര തിയറികൾ സ്റ്റോർ ചെയ്യാൻ കഴിയും, അതിനേക്കാൾ 10 മടങ്ങ് സ്റ്റോർ ചെയ്യാൻ കഴിയുന്ന നിന്റെ ബുദ്ധി അല്ലാഹു ഒരൊറ്റ ബീജഗണത്തിൽ നിന്ന് പഠിച്ചത്. ഈ കമ്പ്യൂട്ടറിനെ കണ്ട് നീ അത്ഭുതപ്പെടാറില്ലേ? ഈ കമ്പ്യൂട്ടർ സംവിധാനത്തെയും നിന്റെ ചെറിയ ചിപ്പ് കണ്ടുകൊണ്ട്, അതാ നിന്റെ ശരിക്ക് എത്ര ചെറിയ ചിപ്പാണ്. നമ്മുടെ മൂക്കിലിട്ടാൽ മൂക്കിലെ രോമങ്ങളെ പോലത്തെ കട്ടിയുള്ള അത്രമാത്രം വലിപ്പമുള്ള ഈ ചെമ്പിന്റെ കമ്പിയിൽ എത്ര എത്ര തിയറികളാണ്. ഈ ഇന്ത്യ രാജ്യത്തിന്റെ ഫുൾ ഡീറ്റെയിൽസുകള്, മുഴുവൻ കാര്യങ്ങളും, ബയോഡാറ്റകൾ മുഴുവനും ഒരു ചെറിയ ചിപ്പിനകത്ത്, ഒരു പഞ്ചസാര തരിയുടെ വലിപ്പമുള്ള ചിപ്പിനകത്ത് സൂക്ഷിക്കാൻ മാത്രം മനുഷ്യൻ വളർന്നെങ്കിൽ, അതൊക്കെ കണ്ടുപിടിച്ചെങ്കിൽ അതെത്ര അത്ഭുതമാ. അതെല്ലാം കണ്ടുപിടിച്ച മനുഷ്യന്റെ ബ്രെയിൻ എത്ര അത്ഭുതമാ. ആ ബ്രെയിൻ പടുത്ത റബ്ബിനെ എന്താ മോനെ നീ ഓർക്കാത്തത്? ആ റബ്ബിലേക്ക് നിന്റെ ചിന്ത എത്താത്തത്? ഐസക് ന്യൂട്ടനോട് ചോദിച്ചതുപോലെ തന്നെ ആ ഭൂമിയെ സൃഷ്ടിച്ച, ഭൂമിക്ക് ഗുരുത്വാകർഷണം സൃഷ്ടിച്ച റബ്ബിനെ പറ്റി എന്തേ നിങ്ങൾ അന്വേഷിക്കേണ്ടിയിരുന്നത്? ഈ കത്തിക്കൊണ്ടിരിക്കുന്ന ലൈറ്റിനെ കുറിച്ച് എന്നോടും നിന്നോടും ചോദിച്ചാൽ, ഇവിടെ SSLC പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളോട് ചോദിച്ചു നോക്കൂ, ഈ ലൈറ്റ് കത്തുന്നതിനെ പറ്റി. ആ ലൈറ്റ് കെടാതെ കത്തിക്കൊണ്ടിരിക്കുകയാണോ? കുട്ടികൾ പറയും ഒരിക്കലുമല്ല, അതിങ്ങനെ അതാ ഓരോ സെക്കൻഡിലും കത്തുകയും കെടുകയും കത്തുകയും കെടുകയുമാ. അതിന്റെ ശക്തമായ സ്പീഡ് കൊണ്ട് അതിങ്ങനെ കത്തുന്നതായി നമുക്ക് തോന്നുകയാണ്. ഇതല്ലേ ലോകം പഠിപ്പിക്കുന്നത്? എന്താ മക്കളെ നിങ്ങൾ കേൾക്കുന്നത്? ഈ കാണുന്ന ബൾബ്, ആ കാണുന്ന ട്യൂബ്, അതിങ്ങനെ നിൽക്കാതെ കത്തിക്കൊണ്ടിരിക്കുകയല്ല, അത് നിൽക്കാതെ അനന്തമായി കത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാൻ ശാസ്ത്രത്തെ കിട്ടൂല. ശാസ്ത്രം പറയുന്നത് അതിങ്ങനെ നിൽക്കാതെ കെടുന്നു, കത്തുന്നു, കെടുന്നു, കത്തുന്നു. പക്ഷെ അതിന്റെ സ്പീഡ് കൊണ്ട് നമുക്ക് തുടർച്ചയായി കത്തുന്നു എന്ന് തോന്നുകയാ. അതിശീഘ്രം കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാന്, ആ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാനിന്റെ ഇലകള് ഒന്നിച്ചൊരു ഇലയായി നമുക്ക് തോന്നുന്നു. അത് 2-3 ഇലകളാണെന്ന് കാണാൻ നമുക്ക് കഴിയില്ല. അതിന്റെ അതിശീഘ്രം സ്പീഡ് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. അതേപോലെ തന്നെയാണ് ഈ കത്തുന്ന ബൾബും. ഇതൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്, ഇതൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്. എന്നാൽ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല, ഇതെല്ലാം സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല, കളറുകളിൽ മാറ്റങ്ങളുണ്ട്, അറവുകൾ നിലനിൽക്കുന്നില്ല. അതെല്ലാം അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ നിമിഷത്തിലും മാറ്റങ്ങളുണ്ട്. അല്ലാഹ് അനന്തമായിട്ട് ഒരേ രൂപത്തിൽ തോന്നുകയാണ്.
പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാണുന്ന സർവ്വ പടപ്പുകൾക്കും അപ്പുറത്ത് അല്ലാഹു ഭൂമിയിലല്ലല്ലോ, അല്ലാഹു ആകാശത്തിലല്ലല്ലോ. ആകാശം പടക്കുന്നത് അല്ലാഹുവാണല്ലോ. അതിന്റെ മുമ്പും അല്ലാഹു ഉണ്ടല്ലോ. അല്ലാഹു തുടക്കമില്ലല്ലോ. അല്ലാഹു തആല കൊടുക്കമില്ലല്ലോ. തുടക്കമില്ലാത്തതിന് ഒടുക്കമുണ്ടോ? എല്ലാം നശിക്കും. അല്ലാഹു തആല മാത്രം ബാക്കിയാകും. ഇതൊക്കെ നമ്മൾ വിശ്വസിക്കുന്നില്ലേ? വിശ്വസിക്കേണ്ടതില്ലേ? അതുപോലെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ആത്മാവങ്ങി പിരിഞ്ഞാൽ ആത്മാവ് അത്രയും പെട്ടെന്ന് അല്ലാഹുവിന്റെ തിരുസവിധത്തിൽ എത്തിയിട്ട് വീണ്ടും ആ ശരീരത്തിലേക്ക് തന്നെ കൊണ്ടുവരുന്നു. ആ ശരീരം എവിടെയാണോ ഡെഡ് ബോഡി ഉള്ളത്, ആ ഡെഡ് ബോഡിന്റെ കൂടെ വെക്കുകയാണ്. ഞാൻ നീട്ടി പറയുന്നില്ല, പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ട്. മോനെ, നമ്മുടെ ചെറിയ മക്കൾ അറിയാൻ 15, 17, 20, 25, 30 ഒക്കെ വയസ്സൊക്കെയുള്ള പ്രായമുള്ള കുട്ടികൾ അറിയാൻ, ചെറുപ്പക്കാരറിയാൻ, ചെറുപ്പക്കാരികൾ അറിയാൻ, ഇന്ന് ഞാനങ്ങ് മരിച്ചാൽ, എന്റെ ആത്മാവ് ശരീരത്തിൽ നിന്ന് പിരിഞ്ഞാൽ, എന്റെ ഡെഡ് ബോഡി കൊണ്ടുപോയി കുളിപ്പിച്ച് കഫൻ ചെയ്തിട്ട് അതാ കബറിൽ കൊണ്ടുപോയി കിടത്തിയാൽ, ആയിരക്കണക്കിന് ആളുകളെ നിങ്ങൾ കബറിൽ കൊണ്ട് കിടത്തിയിട്ടില്ലേ? ആ കബറിന്റെ സംവിധാനങ്ങൾ കണ്ടിട്ടില്ലേ? സൗകര്യങ്ങൾ കണ്ടിട്ടില്ലേ? അല്ലാഹ്, നരകം നിങ്ങൾ കണ്ടിട്ടില്ല, സിറാത്ത് പാലം നിങ്ങൾ കണ്ടിട്ടില്ല, നന്മയും തിന്മയും തൂക്കുന്ന തുലാസ് കണ്ടിട്ടില്ല, നമുക്ക് നരകത്തിന്റെ മീതെയുള്ള പാലം കണ്ടിട്ടില്ല, മക്കറന്ന മലക്കുകളെ നിങ്ങൾ കണ്ടിട്ടില്ല. എന്നാൽ നിങ്ങൾ കണ്ട ഒരു സംഗതിയുണ്ട്, ഈ കബറ് കണ്ടിട്ടുണ്ട്. ഉപ്പാപ്പയെ കൊണ്ടുപോയി കിടത്തിയ കബറ് കണ്ടിട്ടുണ്ട്. കൂടെ കളിച്ച് ജീവിച്ച കൂട്ടുകാരൻ മരിച്ചപ്പോ അവനെ കൊണ്ടുപോയി കിടത്തിയ കബറ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. കാണേണ്ടതല്ലേ? ഞാൻ എന്റെ ഈ സദസ്സിലിരിക്കുന്ന ആളുകളോട്, എന്റെ ശബ്ദം കേൾക്കുന്ന ആളുകളോട് ചോദിക്കുന്നു, എത്ര ആളുകൾ മരിച്ചിട്ട് നിങ്ങൾ മയ്യത്തിന്റെ കൂടെ പോയി ആ മയ്യത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് മയ്യത്ത് കബറിലേക്ക് ഇറക്കി വെക്കുമ്പോ നിങ്ങൾ പോകാറുണ്ടോ? കാണാറുണ്ടോ? നാളെ എനിക്കും ഇങ്ങനെ ഒന്ന് പോകണമല്ലോ, എന്നെയും ആളുകൾ കൊണ്ടുപോകുമല്ലോ, എന്നെയും ഈ രൂപത്തിൽ കിടത്തുമല്ലോ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് നിങ്ങൾ ചിന്തിച്ചില്ലെങ്കിൽ എന്നാണ് നിങ്ങൾ ചിന്തിക്കുക? എപ്പോഴാണ് നിങ്ങൾക്ക് ഓർമ്മ വരിക? കബറിലെത്തിയിട്ട് മേൽഭാഗത്ത് മൂടുകല്ലുകൾ വെച്ചിട്ട് ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? സുബ്ഹാനല്ലാഹ്, എത്ര ഇടുങ്ങിയ കബറാ! ശരിക്കും മലർന്നു കിടക്കാൻ കഴിയില്ല, കമഴ്ന്നു കിടക്കാൻ കഴിയില്ല. ആ മയ്യത്ത് ചരിച്ചു തന്നെ വെക്കേണ്ടതാണ്. മുഖവും തന്റെ കാലിന്റെ വിരലുകളും തന്റെ നെഞ്ഞും കിബിലക്കു നേരെ തന്നെ കിടത്തേണ്ടതാണ്. അല്ലാഹ്, നമ്മുടെ മഹാന്മാരായ മഖ്ദൂമീങ്ങള്, സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളെ പോലുള്ള, അബ്ദുൽ അസീസ് മഖ്ദൂം തങ്ങളെ പോലുള്ള വലിയ മഹത്തുക്കൾ എഴുതിയ ഒരുപാട് കിതാബുകളുണ്ട്. അതൊക്കെ പഴയ കാലത്ത് നമ്മുടെ നാട്ടിൽ പഠിച്ചിരുന്നു. അന്നത്തെ ആളുകൾക്ക് ഈമാൻ ഉണ്ടായിരുന്നു, തഖ്വ ഉണ്ടായിരുന്നു. ഒരു കാത്തുറൂബൊക്കെ മഖ്ദൂമീങ്ങൾ എഴുതിയതാണ്. അന്ന് 10 കിതാബ് ഓതിയാൽ നമ്മുടെ എല്ലാ സാധാരണക്കാർക്കും നല്ല ഈമാൻ ഉണ്ടായിരുന്നു. ഒരു കാത്തുകുലൂബില് മഹാനായ വളബന്ധും തങ്ങളൊരു സംഭവം പറഞ്ഞിട്ടില്ലേ? ബഗ്ദാദിലെ ഖാദിയാനി ഏകദേശം 400 കൊല്ലങ്ങൾക്ക് മുമ്പ് ബഗ്ദാദിലെ ഖാദിയാനി ഹബീബായ മുത്തുനബിയെ സ്വപ്നത്തിൽ കണ്ടതാ. റസൂലുള്ളാഹിന്റെ മുഖം വല്ലാതെ വിവർണമായിട്ടുണ്ട്, വല്ലാത്ത സങ്കടമുണ്ട്. 14 രാവിലെ പൗർണമി പോലെ പ്രശോഭിക്കുന്ന മുഖത്തിന്റെ ഉടമയായ വല്ലാതെ സന്തോഷം കൊണ്ട് തിളങ്ങുന്ന മുത്തുനബിയുടെ മുഖത്ത് മ്ലാനത കണ്ടപ്പോ ഖാദിയാരി ചോദിച്ചു, തങ്ങൾക്ക്
എന്തു പറ്റി? എന്താണ് തങ്ങളെ ഇങ്ങനെ കാണുന്നത്? എടുത്തു നോക്കൂ, ആലിമീങ്ങളോട് ചോദിച്ചു നോക്കൂ. ബഗ്ദാദിലെ ഖാദിയാരോട് തങ്ങൾ പറഞ്ഞത്, എന്റെ ഉമ്മത്തിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു പോയി, ഇന്നത്തെ ദിവസം മരിച്ചു പോയി. 99% ആളുകളും ഈമാനില്ലാതെ മരിച്ചു പോയി. 1-2 ആളുകൾക്ക് മാത്രമേ ഈമാൻ കിട്ടിയുള്ളൂ. എനിക്കോ നിങ്ങൾക്കോ അങ്ങനെ ഒരു പേടി പോലും തോന്നിയിട്ടുണ്ടോ? മഹാനായ ഇബ്നു ഹജർ തങ്ങൾ തന്റെ സഹാജറിൽ രേഖപ്പെടുത്തിയത് കാണാം. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി തങ്ങളും പറഞ്ഞത് കാണാം. അതേ ഖബർ മാന്തി ജീവിക്കുന്ന പുതിയ ഖബറൊക്കെ കിടക്കുമ്പോ, പുതിയ ഖബറിൽ ആളുകളെ മറവ് ചെയ്യുമ്പോ, രാത്രിയിൽ വന്ന് ഖബർ മാന്തിയിട്ട് കഫൻ തുണി എടുത്തു കൊണ്ടുപോയി വെറ്റ് ജീവിക്കുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ പോലെയല്ലല്ലോ. ഒട്ടുമിക്ക ഖബറുകളും പള്ളിയോട് സമീപത്തല്ല. നമ്മുടെ നാട്ടിലാണ് അങ്ങനെ സംവിധാനങ്ങളുള്ളത്. ഇന്നും മക്കയിലും അതുപോലെ തന്നെ ഗൾഫ് നാടുകളിലൊന്നും തന്നെ ഖബറാളികളടുത്ത്, മക്ബറിന്റെ അടുത്ത് പള്ളികളില്ല. ഏതെങ്കിലും വിദൂരമായ താമസമില്ലാത്ത സ്ഥലങ്ങളിലാണ് ആളുകളെ കൊണ്ടുപോയി മറവ് ചെയ്യാറുള്ളത്. കക്കുന്നവർക്ക് നല്ല സുഖമോ, കൃത്യമായ 3 ഘട്ടം പുതിയ തുണി കിട്ടുമല്ലോ. അങ്ങനെ ആയിരക്കണക്കിന് ആളുകളെ ഖബർ മാന്തിയിട്ട് ഞാൻ ഖബറാളികളെ കഫം കൂടെ കട്ടെടുത്തിട്ട് ജീവിച്ചിരുന്നവനാ. പക്ഷേ ഞാൻ ആയിരക്കണക്കിന് ഖബർ മാന്തിയിട്ട് ഒട്ടുമിക്ക ആളുകളെ ചർമ്മമുഖവും തിരിച്ചു കടത്തിയത് ഖിബിലക്ക് നേരെയല്ല. മാത്രമാണ് ഖിബിലക്ക് നേരെ കിടക്കുന്നതായി ഞാൻ കണ്ടത്. ഓ മുസ്ലിമീങ്ങളെ, നിങ്ങളെ വികാരപ്പെടുത്താൻ പറയുകയല്ല, നിങ്ങളെ ആവേശഭരിതരാക്കാൻ പറയുകയല്ല. ഈമാൻ നഷ്ടപ്പെടുന്ന ലക്ഷണമോ? അതേ, കൃത്യമായി ഈമാനില്ലാതെ മരിക്കുമ്പോ അവര് ഖിബിലക്ക് നേരെ തിരിച്ചു കിടത്തിയാലും മലക്കുകൾ വന്നിട്ട് തിരിച്ചു കിടത്തുന്നതോ ഈമാൻ തെറ്റിപ്പോയതാ. റബ്ബിനറിയില്ല, നബി അറിയില്ല, ഇൽമില്ല, ദീനിനെപ്പറ്റി ബോധമില്ല, തന്റെ വിശ്വാസം അറിയില്ല, സൃഷ്ടിക്കുന്ന റബ്ബിനെ അറിയില്ല, ആരോഗ്യം എന്ന റബ്ബിനെ അറിയില്ല, നിസ്കരിക്കുന്ന റബ്ബ് ഏതാണെന്നറിയില്ല, കൈകൾ ഉയർത്തിയിട്ട് പ്രാർത്ഥിക്കുന്ന റബ്ബിനെ പറ്റിയോ, റബ്ബിന്റെ കുദറത്തിനെ പറ്റിയോ, റബ്ബിന്റെ ശക്തിയെ പറ്റിയോ, റബ്ബിന്റെ നിയന്ത്രണത്തെ പറ്റിയോ ഒരു ബോധവുമില്ല. മരിച്ചു കൊണ്ടുപോയി ഖബറിൽ കടത്തിയ ആളുകള് മറവ് ചെയ്ത് തിരിച്ചു പോരുമ്പോ അവന്റെ ഖബറുകം തിരിച്ചു കടത്തിപ്പോയി. ഓ മുസ്ലിമീങ്ങളെ, മേൽഭാഗത്ത് കല്ലുകൾ വെച്ച് വെളിയിലേക്കുള്ള ദോഹോളുകളും അടച്ച് ചുറ്റുഭാഗത്ത് നിൽക്കുന്നവര് മണ്ണും വാരിയെറിഞ്ഞ് ഖബർ ചോറായി നിറച്ച് മീസാൻ കല്ല് കുത്തി അതാ 2 തൊട്ടി ചെടിയും നട്ട് പിടിപ്പിച്ചൊരു തൊട്ടി വെള്ളവും ഒടിച്ച് ജനങ്ങൾ തിരിച്ചു പോന്നോ. ജനങ്ങൾ അങ്ങ് തിരിച്ചു പോന്നാ പിന്നെ സംഭവിക്കുന്നത് നമ്മുടെ ചെറുപ്പക്കാർക്ക് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ നിങ്ങളെ മക്കളോട് ചോദിച്ചു, എന്താ മോനെ സംഭവിക്കുക? എന്താ പറയാ, ആർക്കറിയാം, അങ്ങനെ കൊണ്ടുപോയി ഇങ്ങനെ ചെയ്യുന്നുണ്ട്. നമുക്ക് അതിനെ പറ്റി ഒരു വിശ്വാസമുണ്ട്. മുസ്ലിമിനൊരു വിശ്വാസമുണ്ട്, മുഅ്മിനൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസമില്ലാത്ത ഇവിടെ പ്രശ്നം കോളേജില്ലാത്തതല്ല, സ്ഥാപനങ്ങളില്ലാത്തതല്ല, പരിപാടിയില്ലാത്തതല്ല. മനുഷ്യന് വിശ്വാസത്തെ പറ്റി അറിയില്ല. മുസ്ലിമിന്റെ വിശ്വാസം എന്താണെന്ന് അറിയില്ല. മുഅ്മിന് എങ്ങനെ വിശ്വസിക്കണമെന്ന് അറിയില്ല. വിശ്വാസം എന്ന് പറയുന്നത് കേവലം കണക്ക് കൂട്ടലുകളല്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അചഞ്ചലമായ ഉറപ്പിനെ വിശ്വാസം എന്ന് പറയൂ. ഒരു സംഗതി ഒരാൾ വിശ്വസിച്ചാൽ പിന്നെ അത് നീങ്ങിപ്പോകൂല. നീങ്ങിപ്പോകുമെങ്കിൽ വിശ്വാസം എന്ന് പറയില്ല.